പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അവരുടെ പ്രയർ ടൈംസിന് റെസ്പെക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ക്വയറ്റായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോണിൽ ഉറക്കെ പാട്ട് കേട്ടിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്നു, ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആണെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രയർ കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ സംസാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, പ്രാർത്ഥിക്കുന്ന സമയം നമുക്ക് എപ്പോഴും കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പേഷ്യൻറ്റും പ്രാർത്ഥിക്കുന്ന ആളാണ്, അപ്പോൾ നമ്മൾ ആ സമയം ഒന്ന് ക്വയറ്റായിട്ട് ഇരിക്കുന്നു, ആൾക്ക് പീസ്ഫുള്ളായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം നമ്മൾ ഉണ്ടായി കൊടുക്കുമ്പോൾ അവരത് ശ്രദ്ധിക്കും. രണ്ടും അവർ ശ്രദ്ധിക്കും. അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഒച്ച ഉണ്ടാക്കുന്നതും അവർ ശ്രദ്ധിക്കും, നമ്മൾ ക്വയറ്റായിട്ട് ഇരിക്കുന്നതും അവർ ശ്രദ്ധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിലൂടെ ആട്ടോ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും വിശ്വാസവും ആ ഒരു അടുപ്പമൊക്കെ കൂടിക്കൂടി വരുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുകയും നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളെയും അവരുടെ പ്രയർ ടൈംസിനെയും അവരുടെ കൾച്ചറിനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നതിലൂടെ ആട്ടോ അവർക്ക് നമ്മളോടും ആ ഒരു സ്നേഹവും അടുപ്പമൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലുള്ളത്.